നമസ്കാരം. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ബംഗ്ലാദേശ് അഭയം നൽകുമെന്നും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയെ ഒറ്റപ്പെടുത്താൻ ഉപയോഗിക്കുമെന്നും ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് ഹസ്നത്ത് അബ്ദുള്ള ആക്രോശിക്കുമ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തികളെ ലക്ഷ്യമാക്കി ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് നടത്തിയ ഭീഷണി പ്രസ്താവന വെറും വാക്കുകളായി കാണാൻ കഴിയാത്തത്ര ഗൗരവമുള്ളതാണ്. ഇന്ത്യയുടെ സപ്ത സഹോദരിമാരെ ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിക്കാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കാണ് ബംഗ്ലാദേശ് അഭയം നൽകുക എന്നാണ് നേതാവിന്റെ തുറന്ന ഭീഷണി. തിങ്കളാഴ്ച ധാക്കയിലെ സെൻട്രൽ ഷഹീദ് മിനാറിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഹസ്നത്ത് അബ്ദുള്ളയുടെ പ്രസ്താവന. ചൊവ്വാഴ്ച ഈ പ്രസ്താവനകളോട് പ്രതികരിച്ചുകൊണ്ട് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഈ ആശയം അപക്വവും അപകടകരവുമാണ് എന്ന് വിശേഷിപ്പിക്കുകയും ഇത്തരം പ്രസ്താവനകളിൽ ഇന്ത്യ നിശബ്ദമായിരിക്കില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ, അതിർത്തി സമാധാനം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ സ്ഥിരത ഇവയെല്ലാം ചേർന്നുള്ള ഒരു ദേശീയ വെല്ലുവിളിയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് അഭയം നൽകാം എന്ന തരത്തിലുള്ള പ്രസ്താവന ഒരു ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ നിലപാടല്ല. അത് അന്താരാഷ്ട്ര നിയമങ്ങളെയും നല്ല അയൽരാജ്യ ബന്ധങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെയും ലംഘിക്കുന്ന തുറന്ന ഭീഷണി തന്നെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അസം മുഖ്യമന്ത്രി ഇതിനെ അത്യന്തം അപകടകരമെന്ന് വിശേഷിപ്പിച്ചത്. ആ വിലയിരുത്തൽ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് ഉയർന്നത്. ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് വിശാലമായ പ്രാദേശിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നും ബംഗ്ലാദേശ് അസ്ഥിരീകരിക്കപ്പെട്ടാൽ പ്രതിരോധത്തിന്റെ തീ അതിർത്തികൾക്കപ്പുറം പടരുമെന്നും തുടങ്ങിയ അതീവ ജാഗ്രതയോടെ കരുതലോടെ കേൾക്കേണ്ട വാക്കുകളാണ് അബ്ദുള്ള പറഞ്ഞത്. സ്വാതന്ത്ര്യം ലഭിച്ച 54 വർഷങ്ങൾക്ക് ശേഷവും രാജ്യത്തിന്മേൽ നിയന്ത്രണം ചെലുത്താൻ ശ്രമിക്കുന്ന കഴുകൻ ശ്രമങ്ങളെ ബംഗ്ലാദേശ് ഇപ്പോഴും നേരിടുന്നുവെന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി അബ്ദുള്ള പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. വടക്കുകിഴക്കൻ ഇന്ത്യ ചരിത്രപരമായും ഭൗമശാസ്ത്രപരമായും സങ്കീർണമായ ഒരു പ്രദേശമാണ്. അനധികൃത കടന്നുകയറ്റം, അതിർത്തി കടന്നുള്ള തീവ്രവാദ ശൃംഖലകൾ, മയക്കുമരുന്ന് കടത്ത്, മനുഷ്യക്കടത്ത് ഇവയെല്ലാം ഒരു കാലത്ത് പ്രദേശത്തെ അലട്ടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ കർശനവും ദൂരദർശിയുമായ സുരക്ഷാ നയങ്ങൾ മൂലം ഈ വെല്ലുവിളികൾക്ക് ശക്തമായ മറുപടി ലഭിച്ചു. അതിർത്തി മാനേജ്മെന്റ് മെച്ചപ്പെടുത്തി, ഇന്റലിജൻസ് സഹകരണം ശക്തമാക്കി, വികസനത്തെ സുരക്ഷയുമായി ബന്ധിപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ വടക്കുകിഴക്കിനെ സ്ഥിരതയുടെ പാതയിലേക്ക് നയിച്ചത്. ഇത്തരമൊരു പുരോഗതിയെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ഭീഷണികളെ ഇന്ത്യ ഗൗരവത്തോടെ തന്നെ കാണും, അതിൽ സംശയമില്ല. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കഴിഞ്ഞ വർഷങ്ങളിൽ ചരിത്രപരമായ ഉയർച്ച കൈവരിച്ചിരുന്നു. ഭീകരവാദ വിരുദ്ധ സഹകരണം, അതിർത്തി സുരക്ഷ, വ്യാപാരം, ഊർജ സഹകരണം എല്ലാം തന്നെ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന തരത്തിൽ മുന്നേറി. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉത്തരവാദിത്വരഹിതമായ പ്രസ്താവന ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തെ ക്ഷതപ്പെടുത്താനുള്ള ശ്രമമായി മാത്രമേ കാണാനാവൂ. ഇന്ത്യയുടെ വടക്കുകിഴക്കിനെ ലക്ഷ്യമാക്കി അഭയം വാഗ്ദാനം ചെയ്യുക എന്നത് ഭീകരവാദത്തിന് പരോക്ഷ പിന്തുണ നൽകുന്നതിന് തുല്യമാണ്. അത് അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അസം മുഖ്യമന്ത്രിയുടെ ശക്തമായ പ്രതികരണം കേന്ദ്ര സംസ്ഥാന ഏകോപനത്തിന്റെ ഉദാഹരണമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അവരുടെ സുരക്ഷയെക്കുറിച്ച് ജാഗ്രത പുലർത്തുമ്പോൾ കേന്ദ്ര സർക്കാർ അതിന് ശക്തമായ പിന്തുണ നൽകുന്നു. മോദി സർക്കാരിന്റെ സീറോ ടോളറൻസ് സമീപനം ഭീകരവാദത്തോടും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളോടും വ്യക്തമാണ്. ഇന്ത്യ ആരെയും ആക്രമിക്കുന്ന രാജ്യമല്ല. എന്നാൽ സ്വന്തം പരമാധികാരത്തെയും പൗരന്മാരുടെ സുരക്ഷയെയും ചോദ്യം ചെയ്യുന്ന ഏത് ഭീഷണിയെയും ശക്തമായി നേരിടാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് തുറന്നു പറയണം. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഇന്ന് വികസനത്തിന്റെ പുതിയ അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റോഡുകൾ, റെയിൽവേ, ഡിജിറ്റൽ കണക്ടിവിറ്റി, നിക്ഷേപങ്ങൾ, തൊഴിലവസരങ്ങൾ, സമാധാനവും വികസനവും കൈകോർക്കുന്ന ഈ മുന്നേറ്റത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് പ്രദേശവാസികളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. തീവ്രവാദ ആശയങ്ങൾക്കോ അതിർത്തി കടന്നുള്ള അക്രമ രാഷ്ട്രീയത്തിനോ ഇവിടെ ഇടമില്ല. ഇത് തിരിച്ചറിയാതെ നടത്തുന്ന ഭീഷണികൾ സ്വയം പരാജയപ്പെടാൻ വിധിക്കപ്പെട്ടവയാണ്. മോദി സർക്കാരിന്റെ വിദേശ നയം അയൽ രാജ്യങ്ങളോടുള്ള ബഹുമാനത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമാണ്. എന്നാൽ അത് ദൗർബല്യമല്ല. ഇന്ത്യയുടെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകൾക്ക് കൃത്യമായ നയതന്ത്ര മറുപടിയും ആവശ്യമായാൽ ശക്തമായ സുരക്ഷാ നടപടികളും ഉണ്ടാകും. അന്താരാഷ്ട്ര സമൂഹവും ഇത്തരം ഉത്തരവാദിത്വരഹിതമായ വാക്കുകളെ ഗൗരവത്തോടെ കാണണം. ഭീകരവാദത്തിന് അഭയം നൽകുമെന്ന സൂചന പോലും ആഗോള സമാധാനത്തിന് എതിരാണ്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. സമാധാനം, സഹകരണം, വികസനം ഇതു മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ഭീഷണി, അസ്ഥിരത, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവയ്ക്കൊരു ഇഞ്ചു പോലും ഇന്ത്യ വഴങ്ങില്ല. വടക്കുകിഴക്കൻ ഇന്ത്യ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അവിടുത്തെ ഓരോ പൗരന്റെയും സുരക്ഷ കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയുമാണ്. അസം മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പും മോദി സർക്കാരിന്റെ കർശന നിലപാടും ഇന്ത്യ തന്റെ യാഥാർത്ഥ്യ ബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്നതിന്റെ തെളിവ് കൂടിയാണ്. ഭീഷണികൾ ഇന്ത്യയെ പേടിപ്പിക്കില്ല.
ചരിത്രം അതിന് സാക്ഷിയാണ്. സമാധാനത്തെ കൈപിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സുരക്ഷയെ കാക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണ്. വടക്കുകിഴക്കിന്റെ ഭാവി അക്രമത്തിലല്ല, വികസനത്തിലും സമാധാനത്തിലുമാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിന്റെ തിരിച്ചറിവിന് മോദി തൊടുക്കുന്ന അഗ്നി ചെറുതാവില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച